ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് നമ്മുടെ ചോട്ടാ ഭീമിലെ ക്യാരക്ടറായി ഈച്ചിങ് ടപ്പാക്ക് ഡം ഡം ചക്കീനെ ഒന്ന് വരച്ച് നോക്കിയാലോ. അപ്പോൾ അതെങ്ങനെയാണ് വരക്കണേന്ന് നിങ്ങൾ നോക്കിക്കോട്ടോ. ആദ്യം ഇതേപോലെ ഒരു വി നമുക്ക് വരയ്ക്കാം. വി ഇതൊരു വി ആണ്. അപ്പോൾ ഒരു വി വരയ്ക്കാം. എന്നിട്ട് നമുക്കൊരു എം വരച്ചു കൊടുക്കാം. ഒരു എം. ഈ എം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, കോർണറുകൾ ഇതേപോലെ ഷാർപ്പായിട്ടിരിക്കരുത്. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കോർണർ നമ്മൾ വരയ്ക്കുന്നത്. നോക്കോട്ടോ, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ മുട്ടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വരച്ചത് മൂക്കിൻ്റെ താഴ്ഭാഗമാണ്. ഇനി അതിനുശേഷം നമുക്ക് ഈ മൂക്ക് ഇങ്ങനെ വരച്ച് കംപ്ലീറ്റ് ചെയ്യാം, ഇവിടം വരെ എത്തിക്കാം. എന്നിട്ട് നമുക്ക് മൂക്കിൻ്റെ ഈ ഒരു സൈഡ് ഇങ്ങനെ വരയ്ക്കാം. അപ്പുറത്തെ സൈഡ് കുറച്ച് വലുതാക്കി ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് നമുക്ക് മീശ വരക്കാം. ഈ സൈഡിലെ മീശ ഇങ്ങനെ ഒരു ലൈൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതേപോലെ ഒരു ലൈൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഈ ലൈൻ നമുക്കൊന്ന് കറുപ്പിച്ച് കൊടുക്കുക. ഈ ലൈൻ നമ്മളിങ്ങനെ ഒന്ന് കറുപ്പിച്ച് കൊടുക്കുക. നമ്മൾ കറുപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പുരികങ്ങൾ വരക്കാം. പുരികങ്ങൾ വരക്കുമ്പോൾ ആംഗ്രി ഫേസ് ആണ്. അപ്പോൾ പുരികങ്ങൾ ഇതിങ്ങനെ പോകണം. അതെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിർത്താട്ടോ. ഇപ്പുറത്തെ പുരുകം കുറച്ച് വലുതാണ്. അപ്പോൾ ഈ പുരുകം നമുക്ക് നോക്കാം, ഇങ്ങോട്ട് നീങ്ങി പോരുത്. നമുക്ക് ഈ ഒരു മീശയുടെയൊക്കെ ഒരു സൈസിൽ കുറച്ചും കൂടി നീങ്ങി പോവുള്ളൂ. എന്നാൽ ഇതിൻ്റെ നേരെ വരാൻ വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് പുരുകങ്ങൾ വരക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. ഇത് പുരുകം ഇങ്ങനെ വരക്കാട്ടോ. അപ്പോൾ ആ പുരുകം ഇവിടെ നിന്ന് ഇങ്ങനെ എത്തിച്ചു കൊടുക്കുക. അതിൻ്റെ ഈ രണ്ട് ആംഗ്രി പുരുകങ്ങളും നമുക്ക് ഇതേപോലെ കറുപ്പിച്ച് കൊടുക്കണം. ഇതേപോലെ എല്ലാം ഇങ്ങനെ ഒന്ന് ബ്ലാക്ക് അടിച്ച് കൊടുക്കാം. ഞാൻ കറുപ്പിച്ച് കൊടുക്കാം. കറുപ്പിച്ചു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിക്കോട്ടെ. ഇനി ചെയ്യേണ്ടത് നമുക്ക് ആ കണ്ണ് അങ്ങോട്ട് വരയ്ക്കാം. കണ്ണ് എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇതേപോലെ അതെങ്ങനെ ഒരു കണ്ണ് വരയ്ക്കാം. രണ്ട് സൈഡും വരച്ചാൽ. എന്നിട്ട് ഇതേ കൃഷ്ണമണി ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. മൊത്തം ബ്ലാക്ക് അടിക്കല്, നടുക്കൊരു വൈറ്റ് ഡോട്ട് ഇതേപോലെ കാണണം. അങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത് കേട്ടോ. ഇനി നമുക്കിനി മൗത്ത്, വായ വരയ്ക്കാം. അതിനായിട്ട് നമ്മൾ ഈ കറക്റ്റ് മൂക്കിൻ്റെ സെൻറ്റർ വെച്ചിട്ട് ഇങ്ങോട്ട് നീക്കി ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കറക്റ്റ് സെൻറ്ററായിട്ട് ഒരു ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തല്ലോ. ഇനി ഒരു ലൈൻ ഇവിടുന്ന് താഴത്തേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. വരച്ചാ. എന്നിട്ട് നമുക്ക് പല്ല് വരയ്ക്കാം. പല്ല് ഇതിങ്ങനെ വരച്ചിട്ട് ഇത് ഇവിടെ കൊണ്ട് നിർത്താം. എന്നിട്ട് ഈ ലൈൻ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക. അതുകഴിഞ്ഞിട്ട് താഴേന്ന് ഒരു മൗത്ത് ഇതിങ്ങനെ വരച്ചിട്ട് ഇവിടെ കൊന്നിങ്ങനെ മുട്ടിച്ച് കൊടുക്കുക. ഓക്കെ, ഇത് നമുക്ക് അകത്ത് കൂടെ ഇങ്ങനെ നാക്ക് ഇങ്ങനെ കാണണം. അപ്പോൾ ഇത് ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ഇങ്ങനെ ബ്ലാക്ക് അടിച്ച് കൊടുക്കാം. അതെ, ഇവിടെയൊക്കെ ഇങ്ങനെ ബ്ലാക്ക് അടിച്ച് കൊടുക്കാം. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് താടിയുടെ ഈ താഴെ ഉള്ള ഈ താടിയാണ്. അപ്പോൾ നമുക്കത് അതിൻ്റെ ഷേപ്പ് ആളുടെ ഇങ്ങനെയുള്ള. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ വരയ്ക്കുക. ഇതിങ്ങനെ വരയ്ക്കുക. താടി വരച്ചില്ലേ? ഇനി ഇത് ബ്ലാക്ക് അടിച്ച് കൊടുക്കുക. താടി ഇതേപോലെ നമ്മൾ ബ്ലാക്ക് അടിക്കുന്നു. ഇനി വരക്കേണ്ടതാണ്, ഇനി നമുക്ക് ഇവിടെ ഇത് ഈ പുരുകത്തിൻ്റെ സൈഡിൽ ഒരു ലൈൻ ഇതേപോലെ ഈ ഒന്ന് ചരിച്ചൊരു ലൈൻ ഇട്ട് കൊടുക്കുക. അതിങ്ങനെ ഒരു ചരിച്ചൊരു ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ലൈനും തമ്മിൽ മുട്ടിക്കണം. അതെങ്ങനെയാണ്? ഇവിടെ ഒരു ചെറിയൊരു ഇങ്ങനെ മുഴപ്പ് പോലെ വരണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ കവിളിൻ്റെ ഈ സൈഡ് നമുക്ക് വരയ്ക്കണം. അത് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ ഒന്ന് നിൽക്കണം. ഒരുപാട് വീർത്ത് പോരുത്, ഒരു ചെറിയ ലൈനേ പാടുള്ളൂ. അപ്പോൾ ഈ ലൈൻ ഇങ്ങനെ ഒന്ന് നിൽക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെവിയുടെ താഴ്ഭാഗത്ത് ഒന്ന് നിൽക്കേണ്ട ലൈൻ. അപ്പോൾ ഈ ലൈൻ ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് ഇവിടെ ഒരു ചെവി ഇങ്ങനെ വരച്ചു കൊടുത്തേ. കണ്ട, ഇത് ചെവിയുടെ അകംഭാഗമാണെന്ന് അറിയിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഷേപ്പ് ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു ലൈൻ എടുത്തിട്ട് തലയിലൊരു തൊപ്പി ഉണ്ടല്ലോ, ആ തൊപ്പിയുടെ താഴ്ഭാഗമാണ്. ഇവിടെ നിന്ന് ഒരു ലൈൻ എടുത്തിട്ട് പുരുകത്തിൻ്റെ മേളിൽ കൂടെ ഒരു ചെറിയ ഒരു ലൈൻ ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ.
ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഓക്കെ. ഇനി തൊപ്പിയുടെ രണ്ട് സൈഡും വരയ്ക്കാതെ ഒരുപാട് നീണ്ടു പോകണ്ട, അത് ഇവിടം വരെ മതി. ഇതും ഇത് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടം വരെ മതി വരച്ചാൽ. എന്നിട്ട് ഈ ഈ രണ്ട് ലൈനും തമ്മിൽ ഒരുമിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ തെറ്റിപ്പോയിരിക്കാനായിട്ട് ഈ രണ്ട് ലൈൻസിൻ്റെയും വലിപ്പം വരുന്ന ഒരു ലൈൻ ഇങ്ങനെ മുകളിലേക്ക് വരച്ചു കൊടുക്കുക. വേണ്ട, ഇതിൻ്റെ രണ്ട് ലൈൻസിൻ്റെയും വലിപ്പം സെയിം ആയി കിട്ടുന്നത്. എന്നിട്ട് ഈ മൂന്ന് ലൈനുകളും കൂടി ഒരുമിച്ച് കൂട്ടി മുട്ടിച്ചാൽ മതി. കണ്ട. എന്നിട്ട് തൊപ്പിയുടെ മുകളിലുള്ള ആ ഡിസൈൻ ഇതേപോലെ വരച്ചു കൊടുക്കുക കേട്ടോ. തൊപ്പിയുടെ മുകളിലുള്ള ഈ ലൈൻസ് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്തു. ഓക്കെ. അപ്പോൾ അയാളുടെ തൊപ്പി ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് നമ്മൾ വരയ്ക്കാൻ പോണത്, ബോഡി വരയ്ക്കുമ്പോൾ ഈ സൈഡ് ബോഡി ചെവിയുടെ തൊട്ട് താഴെ ഈ മീശയുടെ ഒരു നടുക്കായിട്ട് വരണം. ചെവിയുടെ തൊട്ട് താഴെ മീശയുടെ നടുക്കായിട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ ബോഡി വന്നത് ഈ മീശയുടെ കുറച്ച് മുകളിലേക്ക് കയറിയിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മീശയുടെ താഴെ ഇവിടെ ആയിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. അത് താഴത്തേക്ക് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ലൈന് ബോഡി ഇച്ചിരി വീർത്തിരിക്കണം. അപ്പോൾ നേരെ സ്ട്രൈറ്റ് വരയ്ക്കല്, താഴേക്ക് വരുന്നവർ ഇവിടെ വയറൊക്കെ വരുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെരിച്ച് വരയ്ക്കണം കേട്ടോ. കറക്റ്റ് സ്ട്രൈറ്റ് വരരുത്, ഒരു ചെരിവ് വേണം. അപ്പം ഇവിടെ നമ്മൾ ഒരു ചെറിയൊരു ചെരിവ് കൊണ്ടുവരുന്നുണ്ട്, ഇതേപോലെ ഒന്ന് ചെരിഞ്ഞ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ. ഇനി ഡ്രസ്സിലുള്ള ആ ഒരു ലൈൻസ്, തൊപ്പിയിലുള്ള ലൈൻ പോലെ തന്നെ ഡ്രസ്സിലുള്ള വരയ്ക്കുക. അത് വരയ്ക്കുമ്പോൾ ഒരു കാര്യം സൂക്ഷിക്കണം, ഇവിടെ വയറിങ്ങനെ വീർത്തിരിക്കുന്നുണ്ട്. ആ ലൈൻ ഇവിടെ ഇങ്ങനെ വന്നിട്ട് നിന്നിങ്ങനെ വളഞ്ഞു പോകണം കേട്ടോ. ഇതിങ്ങനെ ഒന്ന് വളഞ്ഞു തന്നെ. ഇങ്ങനൊന്ന് വളഞ്ഞോട്ടെ. അപ്പോൾ നമുക്ക് അവിടെ ഒരു വീർപ്പുണ്ടെന്ന് തോന്നിക്കോളും. ഇനി നമുക്ക് കൈകൾ വരയ്ക്കണം. കൈകൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, രണ്ട് കൈകൾ വരയ്ക്കാം. കൈകൾ ഒരെണ്ണം ഇങ്ങനെ താഴത്തോട്ട് പോട്ടെ, ഒരെണ്ണം ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തോട്ട് പോട്ടെ. ഓക്കെ. എന്നിട്ട് ഇതിങ്ങനെ ഇപ്പുറത്തേക്കൊരു കൈ ഇങ്ങനെ പോകണ്ടല്ലോ, അപ്പോൾ ഇതിങ്ങനെ നിർത്താം നമുക്ക്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു കൈ ഇങ്ങോട്ട് പോട്ടെ, ഇവിടെ നിന്നൊരു കൈ ഇങ്ങനെ ഇതിൻ്റെ നേരെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോട്ടെ. എന്നിട്ട് ഇതിവിടെ ഇങ്ങനെ നിർത്താം. ഇനി നമുക്ക് കൈകൾ വരയ്ക്കണം. തള്ളവിരൽ ആദ്യം ഇങ്ങനെ വരച്ചു കൊടുക്കാം. തള്ളവിരൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്നൊരു ലൈൻ ഇങ്ങനെ പോകണം. ഇതിവിടെ ഇങ്ങനെ ലൈൻ ഇടാം. എന്നിട്ട് നടുക്കത്തെ വിരൽ ആദ്യം വരയ്ക്കാം. നടുക്കത്തെ വിരൽ ഒരുപാട് നീങ്ങിപ്പോകാതെ കറക്റ്റ് നടുക്കായിട്ട് വരച്ചു കൊടുക്കുക. ഇതേപോലെ ഒരു ലൈൻ ഇടാം. ഇപ്പുറത്ത് തൊട്ടടുത്തൊരു ലൈൻ ഇടാം. ഇപ്പുറത്ത് ഒരു ലൈൻ ഇടാം. ഓക്കെ. എന്നിട്ട് ഇത് ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് ഇത് രണ്ടും ഇങ്ങനെ ഒന്ന് കൂട്ടി ഒട്ടിക്കാം. എന്നിട്ട് ഇവിടെ ചെറുവിരൽ, എന്നിട്ട് ഇവിടെ ഒരു ചൂണ്ടുവിരൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് മുട്ടിക്കാം. ഓക്കെ. ഇനി ഈ ലൈനില്ലേ, ഈ ലൈനിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ഒരു വര അടിച്ച് ഇത് ഇങ്ങോട്ട് ഒന്ന് കൊടുക്കുക. അപ്പോൾ എന്തായി? ഡ്രസ്സായി. ഇതിങ്ങനെ വന്നിട്ട് ഇത് ഇവിടേക്ക് ഇങ്ങനെ മുട്ടിക്കുക. അപ്പോൾ അത് ഡ്രസ്സായി. അതേപോലെ തന്നെ ഇപ്പുറത്തും ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരാം.
ഇവിടെ ഒരു വി പോലെ ഇവിടെ ഇങ്ങനെ ഒന്ന് വരച്ച് ഇവിടെ നമുക്ക് തള്ളവിരൽ ആദ്യം വരച്ചു കൊടുക്കാം. തള്ളവിരൽ വരക്കാൻ സിമ്പിളാണ്. ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ വരച്ചാൽ മതി. ഇവിടെ ലൈനിങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഇതിങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കാം. നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ ഇപ്പുറത്തൊരു നടുക്ക് ഒരു ലൈൻ, അതിൻ്റെ ഇപ്പുറത്ത് വീണ്ടും ഒരു ലൈൻ, അതിൻ്റെ ഇപ്പുറത്ത് പിന്നെ ഒരു ലൈൻ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ലൈനും നമ്മളിങ്ങനെ മുട്ടിക്കുക, ഈ ലൈനും തമ്മിലിങ്ങനെ മുട്ടിക്കുക. എന്നിട്ട് ഇപ്പുറത്ത് വരച്ച പോലെ തന്നെ ചെറുവിരൽ ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ആട്ടോ ചൂണ്ടുവിരൽ തന്നെ ഇവിടെ നിന്നുള്ള ലൈൻ വെച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഡ്രസ്സിൻ്റെ ഭാഗം ഇങ്ങനെ വരയ്ക്കുക. ഇവിടെയൊക്കെ നിങ്ങൾ ബ്ലാക്ക് അടിക്കുക കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ ബ്ലാക്ക് അടിക്കുക. ഡ്രസ്സിൻ്റെ അകത്ത് ഇവിടെയൊക്കെ ബ്ലാക്ക് അടിക്കുക. ഇവിടെയൊക്കെ ഇരുണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ്. ഇനി നമ്മൾ വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഡ്രസ്സിൻ്റെ അകത്തുള്ള ഡിസൈൻസ് നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഡിസൈൻസ് ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സൈൻ ചെയ്യാണ്. എന്നിട്ട് ആൾക്ക് ഇവിടെ ഒരു മുടി ഉണ്ടായിരുന്നു, എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ.